ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 83. പൗണ്ഡ്രകപദം വിവിധപദം ലക്ഷണാ സ്വയംവരം. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. രാമേ അധാ ഗോകുലഗതേ പ്രമദാ പ്രസക്തേ ഹൂതാൻ ഉപേദയമുനാ ദമനേ മദാന്തേ സ്വൈരം സമാരമതി സേവകവാദമൂടോ ദൂതം നിയുക്തതമ പൗണ്ഡ്രക വാസുദേവാം. അന്വയം അർത്ഥം. അഥ അനന്തരം രാമേ ബലരാമൻ ഗോകുലഗതി ഗോകുലത്തിലേക്ക് പോയപ്പോൾ പ്രമദാ പ്രസക്തെ ഗോപസ്ത്രീകളിൽ തൽപരനും മദ്യപാനം കൊണ്ട് മതിച്ച ബുദ്ധി നശിച്ചവനും ഹുദാനുഭേദ യമുനാദമനെ വിളിച്ചിട്ട് കേൾക്കാത്ത യമുനയെ കാളിന്തിയെ അടക്കിയവനുമായി തടസ്സമില്ലാതെ സമാരമതി സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ സേവകന്മാരുടെ വാക്കുകേട്ട് വിവേകമില്ലാതായി തീർന്ന പൗണ്ഡ്രക വാസുദേവൻ തവ അങ്ങയുടെ സമീപം ദൂതനെ നിയുക്ത അയച്ചു. ഹരിവു. സാരം: ബലഭദ്രൻ ഗോകുലത്തിലെത്തി അവിടെ വസിച്ചു. ഒരിക്കൽ കാളിന്തി നദിയെ അടുക്കലേക്ക് വിളിച്ചിട്ട് യമുന വന്നില്ല. കലപ്പ കൊണ്ട് വലിച്ചടിപ്പിച്ച് യമുനയെ വശപ്പെടുത്തി. മദ്യപാനാസക്തി കൊണ്ട് ഗോപികാസക്തിയും ബലരാമനേറിയിരുന്നതിനാൽ യമുനാതീരത്തിൽ ഗോപികമാരോ ഒന്നിച്ചു ഒരുമിച്ചു. ആ സമയം നോക്കി സേവകന്മാരുടെ വാക്കുകേട്ട് വകതിരിവ് പോയ പൗണ്ഡ്രകൻ അഹങ്കരിച്ച് താനാണ് വിശ്വവിധാതാവായ വാസുദേവൻ എന്നു പറഞ്ഞ് ഒരു ദൂതൻ വശം ഭഗവാന് ഒരു സന്ദേശം കൊടുത്തയച്ചു. ഹരിപു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. നാരായണോകമപദീർണൈഹാസ്മി ഭൂമൗ തൽസേകിലത്വമവിമാമകലക്ഷണാനി ഉത്സൃജ്യതാനി ശരണം വ്രജമാമിതി ത്വാം ദൂതോ ജഗാദ സകലൈന ഹസിതാസഭായാം. അന്വയം അർത്ഥം. അഥ അനന്തരം ഇഹ ഇവിടെ ഭൂമൗ ഭൂമിയിൽ അവതരിച്ചവനായ നാരായണൻ അഹം ഞാൻ അസ്മി ആകുന്നു ത്വമവി അങ്ങം മാമക ലക്ഷണാനി എൻ്റെ ചിഹ്നങ്ങൾ തൽസേകില ധരിക്കുന്നുണ്ട് ഉസൃജ്യ ഉപേക്ഷിച്ചിട്ട് മാം എന്നെ ശരണം അഭയമായി വൃജ പ്രാപിക്കുക ഇതി എന്നിപ്രകാരം ദൂതൻ ത്വാം അങ്ങയോടെ ജഗാത പറഞ്ഞു സ അവൻ സഭായാം സഭയിൽ വെച്ച് സകലൈ എല്ലാവരും ഹസിത പരിഹസിക്കപ്പെട്ടു. ഹരി. സാരം: ഈ ഭൂമിയിൽ അവതാരം കൈക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു ഞാനാണ്. എൻ്റെ അടയാളങ്ങളായ ശംഖ ചക്ര ഗദാദിയെ നിനക്ക് ധരിക്കാൻ അവകാശമില്ല. അവ ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കണം. പൗണ്ഡ്രകൻ്റെ ഈ സന്ദേശം കേട്ട് സദസ്സ് അവനെ പരിഹസിച്ചു. ഹരിവു.